2 ദിവസം മുൻപ് ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് വെയിറ്റ് റിഡക്ഷന് സഹായിക്കുന്നത്. ഇന്ന് ലഞ്ചിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അന്ന് ഞാൻ ചെറുപയർ മുളപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുളപ്പിച്ച ചെറുപയർ ഉപയോഗിച്ചുകൊണ്ട് കംപ്ലീറ്റ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഞ്ച് എങ്ങനെ എടുക്കാം. ജസ്റ്റ് ടീസ്പൂണിൽ എണ്ണ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ടീസ്പൂണിൽ എടുക്കുമ്പോൾ നമുക്ക് ക്വാണ്ടിറ്റി ലിമിറ്റ് ചെയ്യാൻ സാധിക്കും. ഒരുപാട് ക്വാണ്ടിറ്റി എണ്ണ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. സോ എണ്ണ ഒഴിക്കുക. ജസ്റ്റ് അണിയൻ, ചില്ലി ഒക്കെ ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണെന്ന് വെച്ചാൽ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഭംഗി വരുത്താം, അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടാം. ഓക്കെ, എന്നിട്ടൊരു ഇച്ചിരി സോൾട്ട് ആഡ് ചെയ്യാം. അതിനുശേഷം ചെറുപയർ മുളപ്പിച്ചത് ആഡ് ചെയ്യാം. 2 മിനിറ്റ് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അതിലോട്ടൊരു ഹോൾ എഗ്ഗ് ആഡ് ചെയ്യാം. എഗ്ഗ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഇൻകംപ്ലീറ്റ് പ്രോട്ടീൻ ആയിട്ടുള്ള ചെറുപയറിനെ കംപ്ലീറ്റ് പ്രോട്ടീൻ ആക്കുന്നതിനാണ് നമ്മൾ എഗ്ഗ് ആഡ് ചെയ്തത്. ഇതല്ലാണ്ട് നിങ്ങൾക്ക് ഇതിനെ പ്രോട്ടീൻ റിച്ച് ആക്കുന്നതിന് ഇത് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ കൂടെ കഴിച്ചാലും അനദർ പ്രോട്ടീൻ സോഴ്സിൻ്റെ കൂടെ കഴിച്ചാലും ഓക്കെയാണ് കേട്ടോ. ഇവിടെ ഞാൻ ഒരു എഗ്ഗാണ് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ എത്ര പേർക്ക് വേണം എന്നതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് എഗ്ഗിൻ്റെ എണ്ണം കൂട്ടുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു തോരനെന്നോ ഉപ്പേരിയെന്നോ എന്തൊക്കെ വേണമെങ്കിൽ ഇതിന് വിളിക്കാം. ഇത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം, കാരണം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ഭക്ഷണമാണ്. സോ മോസ്റ്റ് ഓഫ് ദി ടൈം നമുക്ക് വെയിറ്റ് റിഡക്ഷൻ സംഭവിക്കാതിരിക്കുന്നതിൻ്റെ കാരണം തന്നെ നമ്മൾ പ്രോട്ടീൻ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിവിടെ മാറിക്കിട്ടും. അപ്പോൾ ഇതെങ്ങനെ ഇനി ഒരു ലഞ്ച് പ്ലേറ്റ് ആയിട്ട് എടുക്കാമെന്ന് ചോദിച്ചാൽ 2 ദോശ, ഒരു വെജിറ്റബിൾ കറി, ഒരു വെജിറ്റബിൾ സാലഡ് പ്ലസ് ഈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ലഞ്ച് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വെയിറ്റ് റിഡക്ഷന് സഹായിക്കും. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു. ലവ് യു.